സിനിമയ്ക്ക് മുമ്പുള്ളൊരു ബന്ധമാണ് ഗിരീഷും രഘുവേട്ടനും തമ്മിലുള്ള. എന്നാണ് എന്ത് പ്രായമുള്ളപ്പോഴാണ് രഘുവേട്ടനായിട്ടൊരു അടുപ്പം ഉണ്ടാകുന്നത്? എൻ്റെ ഒരു വിദ്യാഭ്യാസമൊക്കെ ഒരു പ്രത്യേക ഘട്ടത്തിൽ നിന്നു. തുടർന്ന് പഠിക്കാനൊന്നും പറ്റിയില്ല. കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലായിരുന്നു ഞാൻ പഠിച്ചത്. അപ്പം ഒരു പാട്ടെഴുത്തുകാരനാവണം എന്നുള്ളൊരു വല്ലാത്തൊരു മോഹം മനസ്സിൽ കൊണ്ടെടുക്കുന്ന കാലത്ത് ഒരു ശ്ലോകമുണ്ട്, ഭാഗ്യവന്തം പ്രസൂയേധ മാ ശൂരം മാ ച പണ്ഡിതം എന്ന്. ഒരമ്മയോട് പറഞ്ഞാണ് പണ്ഡിതനെയും ശൂരനെയും പ്രസവിക്കാതിരിക്കുക, ഭാഗ്യവാനെ പ്രസവിക്കുക. അപ്പോൾ എൻ്റെ അമ്മ ഇപ്പോൾ 90 വയസ്സായി. കർണാടക സംഗീതത്തിൽ സാമാന്യ പാഠമുള്ള ഒരമ്മയാണ്. ഇപ്പോഴും എനിക്ക് സംഗീത കൽപ്പദ്രുമവും സംഗീത പാരിജാതവും ഒന്നും വേണ്ട, അമ്മയോട് ചോദിച്ചാൽ മതി. ഇത്ര വെറ്റില മുറുക്കാൻ വാങ്ങിച്ചു കൊടുത്താൽ എനിക്ക് എല്ലാ സംഗീതവും പറഞ്ഞു തരും. അച്ഛൻ വൈദ്യം, ജ്യോതിഷം അങ്ങനെയൊക്കെയായിരുന്നു. ഒരു സമ്പന്നമായ, സാമ്പത്തികമല്ലാതെ സമ്പന്നമായൊരു സംഗീതവും സാഹിത്യവും സമ്പന്നമായൊരു കുടുംബത്തിനാണ് വരുന്നത്. പക്ഷേ സിനിമ എൻ്റെ ഒരു തുടക്കം ഒരു കുസൃതിയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഞാൻ ഗോദാദിൻ്റെയും പുഡോഫ്കിൻ്റെയും കുറോസോവയുടെയും ബർഗ്മാൻ്റെയും സിനിമയുടെ ഒരു ആരാധകനായിരുന്നു പഠിക്കുമ്പോൾ. ജോൺ അബ്രഹാമിൻ്റെ അമ്മയറിയാനെന്നൊരു സിനിമയ്ക്ക് ബക്കറ്റുകൾ പിരിവിന് പോയ ആളാണ് ഞാൻ. 50 ഉറുപ്പ്യ കിട്ടൂ, 45 ഉറുപ്പ്യക്ക് ഭക്ഷണം കഴിക്കും, 5 ഉറുപ്പ്യ ജോൺ അബ്രഹാമിന് കൊടുക്കും. രാവിലെ പോകണമല്ലോ അത്. പിന്നെ അപ്പം എനിക്ക് മനസ്സിലായി വളരെ ഗൗരവപ്പെട്ട സിനിമ പട്ടിണിക്കാരൻ, അത്താഴ പട്ടിണിക്കാരനുള്ളതാണെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞാൻ സിനിമ ഇതിനപ്പുറത്തൊരു മേഖലയുണ്ട്, സമ്പന്നനാവാൻ സിനിമ തന്നെ ഉപയോഗപ്പെടുത്താം എന്നുള്ളൊരു സൂത്രത്തിൽ നിന്നാണ് ഞാൻ കമേഴ്സ്യൽ സിനിമയിലേക്ക് വരുന്നത്. നൈഫ് ഇൻ ദി വാട്ടർ കൊണ്ട് പട്ടിണി ഉണ്ടാവുള്ളൂ, 7th സീൽ കൊണ്ട് പട്ടിണി ഉണ്ടാവുള്ളൂ. അങ്ങാടി എന്നൊരു സിനിമയ്ക്ക് പാട്ടെഴുതിയാലോ പൈസ ഉണ്ടാവും.